പല സാഹചര്യങ്ങൾ കൊണ്ടും ഞാൻ മടിച്ചിയായതുകൊണ്ടും എൻ്റെ പല കാര്യങ്ങളും ഞാൻ മുടക്കിയിട്ടുണ്ട്. ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം സൈഡാക്കിയിട്ട് തടസ്സങ്ങൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അതിനൊപ്പം തന്നെ എൻ്റെ ആഗ്രഹങ്ങളും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ അത്രമാത്രം എഫേർട്ട് എടുത്താലേ ഇതിനൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തടസ്സം എന്തായിക്കോട്ടെ ഞാനത് ഇഷ്ടപ്പെടുന്നു. കാരണം ലൈഫ് ഇത്ര സിമ്പിളാവുകയാണെങ്കിൽ എന്താ ഒരു രസമല്ലേ. കുറച്ചൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലേ ലൈഫ് അടിപൊളിയാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ബസ്സിലാണ് പോയത്. പാട്ടൊക്കെ കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ പോകാൻ. ക്ലാസ് 2 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ 2 കുരുപ്പുകളെ വീട്ടിലാക്കിയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മേടിക്കണം. സിദ്ധുവാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എപ്പോൾ വെളിയിൽ ഞാൻ പോയാലും അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് വേണം. ഇന്ന് ഒരുപാട് കഴിയുകയും ചെയ്തു. പക്ഷേ ഞാൻ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ അത് തന്നെ ആലോചിച്ചു. അതുകൊണ്ട് തന്നെ അവന് ഞാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചു. രണ്ടാളും എന്നെ നോക്കി ജനലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സിദ്ധു ആദ്യമേ ചോദിച്ചു തന്നെ എൻ്റെ ഗിഫ്റ്റ് മേടിച്ചു വന്നാൽ. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞില്ല. എന്നെ സോപ്പിടാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് കിടന്നതാണ്. പിന്നെ ഈ കാണുന്നത് അവൻ പിണങ്ങിപ്പോയി കിടക്കുന്നതാണ്. ഞാൻ പറഞ്ഞു എപ്പോഴൊന്നും എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരാനൊന്നും പറ്റത്തില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ പിണങ്ങി അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു. പിന്നെ ഒരുത്തിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ. പിന്നെ പിണക്കമൊക്കെ മാറി തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും വെച്ച് താമസിക്കേണ്ട, ഒന്ന് കാണിക്കാം. അങ്ങനെ എന്തായാലും മണ്ടയ്ക്ക് കയറുന്ന സമയത്ത് ഞാൻ ബാഗിൽ നിന്ന് ഗിഫ്റ്റ് എടുത്ത് എന്തായാലും കൊണ്ട് കാണിക്കുവാണ്. അപ്പോൾ നമുക്ക് മണ്ടയ്ക്ക് എന്തോ നോക്കിക്കൊണ്ട് തപ്പുമായിരുന്നു അവിടെ. അപ്പോഴാണ് ഞാനിത് കൊടുത്തത്. അപ്പോൾ ഒന്ന് പുള്ളിക്കാരനൊന്ന് ഞെട്ടി. കാരണം ഇത്രയും കരയിപ്പിച്ചതല്ലേ, ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് കുറേ കരഞ്ഞതാണ്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ആ സന്തോഷം കണ്ടപ്പോൾ എനിക്കും ഹാപ്പിയായി. പിന്നെ താഴെ ഒരു കുരുപ്പ് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കുരുപ്പ് ചോദിച്ചു കുരുപ്പിനൊന്നും ഇല്ലേന്ന്. അപ്പം 3 ഞാൻ കുഞ്ഞു മിനി ബുക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സിദ്ധുവിനോട് പറഞ്ഞു ഒരെണ്ണം വാവയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അവൻ എടുത്തപ്പോൾ തന്നെ ഒരെണ്ണം താഴെ പോയായിരുന്നു. അത് അവൾ എടുത്തിട്ടുണ്ട്. ഇല്ല കാക്ക റാഞ്ചെന്ന കൂട്ട് തന്നെ അവളത് റാഞ്ചി. അപ്പോൾ ഒരെണ്ണം എടുത്തപ്പോൾ പോരാ, എല്ലാം അവൾക്ക് തന്നെ വേണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 2 പേരും കൂടി അടിപിടിയൊക്കെ നടന്നു. അവൾ കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ ഇതാണ് അവസ്ഥ. ഇന്നും ഓരോ ഗിഫ്റ്റ് വേണം. ഞാൻ അങ്ങനെ എപ്പോഴൊന്നും മേടിക്കത്തില്ല. പക്ഷേ ഇന്നെനിക്ക് സങ്കടം തോന്നി. കാരണം അതുപോലെ കരഞ്ഞു സിദ്ധു. ഒന്നേ എന്നെ കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ അമ്മ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തരണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ബുക്ക് മേടിക്കുന്നിടത്ത് പുതിയതായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത് മേടിച്ചു കൊടുത്തു. പെൻസിലും കൊണ്ട് ആ ബ്ലാക്ക് പേപ്പറിൽ എഴുതുമ്പോൾ പല കളേഴ്സ് വരും. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഡ്രോ ഒക്കെ ചെയ്യാം. അപ്പം അതാണ് ഞാൻ സിദ്ധുവിന് മേടിച്ചു കൊടുത്തത് ഫസ്റ്റിൽ. പിന്നെ 2 അല്ലാത്ത കുഞ്ഞു ബുക്കും മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.